നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ ചെറിയൊരു ഈവനിങ് ബ്ലോഗ് ആട്ടോ നമ്മൾ കാണുന്നത്. ഞങ്ങൾക്ക് കുറച്ച് അപ്പുറം മാറിയിട്ടൊരു പറമ്പുണ്ട്, റബ്ബർ തോട്ടമൊക്കെ ഉള്ളത്. ഇപ്പോൾ റബ്ബറൊക്കെ വലുതായി വരുന്നതുള്ളൂ, റബ്ബറൊക്കെ മുറിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇതിലെ പറമ്പിൽ പോയില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുന്നെയാണ് ഞങ്ങൾ ആൻറ്റി നമ്മുടെ യൂട്യൂബിലുള്ളവരോട് ഇതുണ്ട്, എൻ്റെ കണ്ണനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വർഷം മുന്നേ ഞാൻ പറമ്പിൽ പോയതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് വെറുതെ ഒന്ന് പോവാച്ചു. അമ്മയൊക്കെ അവിടെ വെള്ളം നനയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട്, കവുങ്ങിനും ഒക്കെ. അപ്പോൾ നമുക്ക് വെറുതെ ചെറിയൊരു ഈവനിങ് ബ്ലോഗ് കണ്ടിട്ട് വരാം കേട്ടോ. കണ്ണൻ വരുന്നില്ലേ പറമ്പിക്ക്? പോവല്ലേ? ചെരുപ്പ് എവിടെ കണ്ണൻ്റെ? ഇല്ലല്ല, കാല് പൊക്കിക്കോ. നടക്കണട്ടോ കണ്ണ. ഒന്നരാട് ദിവസം കൂടുമ്പോൾ അമ്മ പോയിട്ട് കവുങ്ങിനും പച്ചക്കറിക്കും കുറച്ച് വാഴയുണ്ട്, ഒരു 2-4 തെങ്ങുണ്ട്, അതിനൊക്കെ നനയ്ക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ അമ്മ ഈ തലയിലെത്തി പോകേണ്ടതെന്ന് വെച്ചാൽ ചാരാണ്. നമ്മളെ വീട്ടിലാണ് ചാരം, പച്ചക്കറീൻ്റെ തോലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ പറമ്പിലേക്ക് കൊണ്ടുപോയി എന്തിൻ്റെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മയും അമ്മയും ഞാനും ഏട്ടമ്മയും കണ്ണനും ഞങ്ങൾ ഇത്ര പേരാട്ടോ പോകണത്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 2 വളവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പെത്തിയിട്ടോ. പിന്നെ നമ്മളെ വീടിൻ്റെ നേരെ മുന്നിൽ ഫുള്ള് റബ്ബർ തോട്ടമാണ്. ഒരു പച്ചപ്പ് പറഞ്ഞ സ്ഥലം തന്നെയാണ് കേട്ടോ വീടെന്ന് പറയുന്നത്. സ്ഥലത്താണ് നമ്മുടെ വീടുള്ളത്. അപ്പോൾ അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറമ്പ് ഏകദേശം ഞാനൊക്കെ ജനിക്കുന്ന ആ സമയത്ത് വാങ്ങിയിട്ട് കുറേ വർഷങ്ങൾ പഴക്കമുണ്ട് പറമ്പിന് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതേ പോണ വഴിക്കുള്ള മാവിലൊക്കെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ വന്ന് മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറായിപ്പോയി. ചെറിയൊരു കുറച്ച് ഷുഗറുള്ളൂ, കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാങ്ങയോ പഴുത്ത ചക്കയോ ഒന്നും കഴിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ വന്നാൽ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഷുഗറൊക്കെ മാറി നമ്മുടെ കുഞ്ഞുമാവൊക്കെ വന്നതിന് ശേഷം ഇതൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ചെറിയൊരു കുഞ്ഞ് പെട്ടിക്കടയൊക്കെ ഉണ്ട്. കുട്ടികൾ സ്കൂൾ പൊട്ടിയത് കൊണ്ട് അവിടെ കുഞ്ഞു കടകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് പോവുകയാണ്. അപ്പോൾ കണ്ണിന് നടന്ന് കുഴങ്ങിയതൊക്കെയാണ് കണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടന്ന് പോകാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഭയങ്കര ചൂടല്ലേ നമ്മുടെ നാട്ടിൽ. എന്താ പറയുക, കോട്ടൺ ഡ്രസ്സ് അല്ലാത്തതൊന്നും ഇടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. മലാവിയിലാണെങ്കിൽ പക്ഷേ ഇത്ര ചൂടൊന്നുമില്ല. വെയിലുണ്ടെങ്കിലും ആ വെയിലിന് അത്ര ചൂടുണ്ടാകത്തില്ല. അപ്പോൾ അതേ ഞങ്ങൾ നടന്ന് പറമ്പിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കിനും താക്കോൽ എടുക്കാൻ മറന്നുപോയി. ഇതൊരു ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയൊരു ഗേറ്റ് കേട്ടോ, പറമ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള. പറമ്പോ തോട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഏടത്തിയമ്മ താക്കോൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഞങ്ങളിവിടെ പുറത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് തുറന്നാലല്ലേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ പറമ്പിൻ്റെ ചുറ്റോളം വെയിൽ കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമില്ല, നമ്മളെ നാട്ടിൽ എന്താ പറയുക, പന്നീൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഈ പന്നിയൊന്നും കയറാതിരിക്കാൻ ചുറ്റോളം വേലി കിട്ടിയതാണ്. ഇത് മോട്ടറൊക്കെ വെച്ചിട്ടുള്ള മോട്ടർ പെര എന്നാണ് ഞങ്ങൾ പറയുക. പെര എന്ന് പറഞ്ഞാൽ വീട്, അതായത് മോട്ടർ പെര അല്ലെങ്കിൽ മോട്ടർ വീട് എന്നൊന്നും ആരും പറയാറില്ല. ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെയാണ് കേട്ടോ പറയാറുള്ളത്. ഒരു നാടൻ ഭാഷയിലുള്ള വർത്താനമാണ് കേട്ടോ നമ്മളവിടെ എല്ലാം ഉള്ളത്. അപ്പോൾ അച്ഛമ്മ അതാ കണ്ണനെ എടുത്ത് വെക്കുന്നുണ്ട്. കണ്ണൻ ഓരോരോ കാര്യങ്ങൾ അച്ഛമ്മേനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി കുറേ കാലം കഴിയുമ്പോഴത്തേക്കുള്ള മെമ്മറിയാണ് കേട്ടോ. കണ്ണൻ ചെറുതായെന്നതും അച്ഛമ്മ എടുത്തേക്കുന്നതും എല്ലാം. അപ്പോൾ അതേ ഏട്ടമ്മ താക്കോലെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തുറന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ താക്കോൽ മറന്നതും കൊണ്ട് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ കയറി അമ്മ ഈ കൊണ്ടുവന്ന വെണ്ണീരൊക്കെ എല്ലാത്തിനും ചുവട്ടിലിട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. വെണ്ണീരെന്ന് പറഞ്ഞാൽ ചാരാണ് കേട്ടോ. അപ്പോൾ അതേപോലെ വെള്ളം നനയ്ക്കണം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം കണ്ടാണ് നമ്മുടെ റബ്ബറിന് വെള്ളം നനയ്ക്കാറുള്ളത്. അത് ഇച്ചിരി പാടാണ്, കാരണം മുകളിലേക്ക് കുറേ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലേക്കും കണക്ഷൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആഴ്ചയിൽ 1-2 തവണയൊക്കെയാണ് റബ്ബറിന് വെള്ളം നനയ്ക്കാറുള്ളത്. കുറച്ചൊക്കെ ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ റബ്ബർ. അപ്പോൾ അതേ എല്ലാവരും
പറമ്പിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, ഞങ്ങളുടെ പറമ്പിൻ്റെ സ്ട്രക്ചർ ഫുള്ള് റബ്ബറായിരുന്നു. ഇപ്പം ഈ അടുത്താണ് റബ്ബർ ഫുള്ളും മുറിച്ചത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറമ്പിലേക്ക് കയറിയപ്പോൾ ആകാശത്തു കൂടെ വിമാനം പോകുന്നുണ്ട്. ഞാനൊന്ന് സൂം ചെയ്തെടുത്തതാണ് കേട്ടോ, കണ്ണനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണനത് ഇവിടെ ഒരു കോലൊക്കെ എടുത്തിട്ട് ഇവിടെ കുത്തി പിടിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാരും റബ്ബറൊക്കെ മുറിച്ചിട്ട് തെങ്ങും കവുങ്ങൊക്കെയാണല്ലോ വെച്ചേക്കുന്നത്. ഇത് ഞങ്ങൾ റബ്ബർ വെക്കാത്ത ആദ്യം പറമ്പിൻ്റെ ആദ്യം, അതായത് റബ്ബർ മുറിക്കുന്നതിന് മുന്നേയും ഈ കവുങ്ങ് വെച്ച സ്ഥലത്ത് റബ്ബറൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചക്ക, മാവ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ റബ്ബറുകളൊക്കെ മുറിച്ചപ്പോഴും പുതിയ കുഞ്ഞു റബ്ബറുകളൊന്നും ഇത് താഴെ വെച്ചിട്ടില്ല കേട്ടോ. പറമ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുത്തനായിട്ടുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാണ് റബ്ബറൊക്കെ വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ഭാഗവും കവുങ്ങും തെങ്ങും ഒക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ്. ഈവനിങ് ആയിട്ട് ഇങ്ങനെ പറമ്പിൽ വന്ന് വെള്ളം നനച്ച് കുറച്ച് പച്ചക്കറി ഉണ്ടെങ്കിൽ ആ പച്ചക്കറികളൊക്കെ പറിച്ച് അങ്ങനെ ഒരു നല്ലൊരു വൈബാണ് കേട്ടോ നമ്മുടെ നാട്ടിലാകുമ്പോൾ ഉള്ളത്. അപ്പോൾ അതേ അച്ചമ്മ കുറച്ച് മുകളിൽ കയറിയിട്ട് അവിടെ കുറച്ച് നീട്ടമുള്ള പയറുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മതേ ഇതിനൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെണ്ടേൻ്റെയും പയറിൻ്റെയും ഒക്കെ തൈ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റബ്ബർ, ബാക്കിയുള്ള ഭാഗം മൊത്തം റബ്ബറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അമ്മ കുറച്ചും കൂടെ വെള്ളം നനയ്ക്കാനുണ്ട് കേട്ടോ, അത് നനച്ചിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് വാഴയൊക്കെ വെട്ടാനുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഴക്കൊല ആ വാഴയിൽ നിന്ന് തന്നെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ ഒരു വാഴക്കൊല വെട്ടാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മളെ വീട് നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ കൃഷി ചെയ്യാൻ മാത്രം സ്ഥലമൊന്നുമില്ല കേട്ടോ. ഇത് വീടിൻ്റെ അതിരിൽ ഇങ്ങനെ വെച്ചൊരു വാഴയാണ്. ഇതിപ്പോൾ 2-4 വാഴകൾ കൊല വെട്ടിയിട്ടുണ്ട് കേട്ടോ, അതായത് ഒരു മൂട് തന്നെ ഉണ്ടായത്. അപ്പം ഈ ലാസ്റ്റത്തെ കൊലയും കൂടെ വെട്ടാണ്. അച്ചാച്ചനും അനിയനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ വാഴക്കൊല വെട്ടണത്. ഇതിപ്പോൾ നമ്മൾ പഴുപ്പിച്ച് വയ്ക്കൊന്നുമില്ല, ഇതും കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എടുത്ത് വെച്ചാൽ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സ് കഴിക്കാമല്ലോ. നമ്മൾ ഈ മായം ചേർത്ത ചിപ്സ് ഒന്നും കടയിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വാഴക്കൊല വെട്ടുന്നത് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലങ്ങനെ ഈ വലിയ നേന്ത്രവാഴയ്ക്ക്, അതായത് ഏത്തപ്പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം അങ്ങനെ എല്ലാവരും വലിയ ഇഷ്ടമൊന്നുമല്ല. എപ്പോഴെങ്കിലുമൊക്കെ ഓരോരോ ചെറുതൊക്കെ കഴിക്കുന്നല്ലാതെ അങ്ങനെ വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല കേട്ടോ. പിന്നെ ഇഷ്ടം കൊണ്ടും ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നട്ട് നനച്ചുണ്ടാക്കുന്നത്. പിന്നെ നമ്മളിടയ്ക്ക് പഴംപൊരി ഉണ്ടാക്കും. പച്ചവാഴക്ക പുഴുങ്ങിയിട്ട് ഉപ്പും മുളകല്ല മുളകും ഉള്ളിയൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കൂട്ടും. ഞാനിപ്പോൾ ഷുഗർ ആയതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കും കുറച്ച് കായ ഇതൊന്നും എടുക്കാം, കഴിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ വാഴക്ക ഇപ്പം നമ്മൾ എന്തായാലും ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഴക്ക എടുക്കണത്. അപ്പോൾ ഇതേ വാഴക്കൊലയും വെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ വീടിൻ്റെ സൈഡിൽ നമുക്ക് സ്ഥലമുള്ളിടത്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നട്ട്, അങ്ങനെ വാഴയാണെങ്കിലും കുഞ്ഞു 1-2 കവുങ്ങ് അങ്ങനെയൊക്കെയാണ് നടണത്. അങ്ങനെ ഒരുപാട് സ്ഥലം നമ്മളെ വീടിൻ്റെ സൈഡിലില്ല കേട്ടോ. അതായത് കൃഷി ചെയ്യാൻ മാത്രമുള്ളതൊന്നുമില്ല, വീടിനുള്ള മാത്രമുള്ളൊരു പ്ലോട്ടാണുള്ളത്. പിന്നെ ഇപ്പം എന്താ പറയുക, അങ്ങനെ ഞങ്ങളിതാ വാഴക്കൊലയൊക്കെ വെട്ടി. ഇനിയിപ്പം ഇത് നന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചിപ്സ് ഉണ്ടാക്കണം. വാഴക്ക ചിപ്സ് മാത്രമല്ല, നമ്മളിപ്പോൾ ചക്ക ചിപ്സും ഉണ്ടാക്കും കേട്ടോ. ചക്കക്കാലമായി കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണല്ലോ. ചക്ക ചിപ്സ്, ചക്കക്കുരു തോരൻ, ചക്ക പുഴുക്ക്, ചക്ക പഴുത്തത്, അങ്ങനെയാണല്ലോ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവുക. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതേ വാഴക്കൊലയൊക്കെ വെട്ടി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വാഴക്കൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ചിപ്സ് ഉണ്ടാക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അന്ന് എല്ലാവരും കുഴങ്ങിയും കൊണ്ട് ചിപ്സൊന്നും ഉണ്ടാക്കിയില്ല. പിറ്റേ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വാഴയ്ക്ക് കരിയണം. ആ സമയം കൊണ്ട് അച്ഛമ്മ ഇവിടെ ചക്ക ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചക്ക വറുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പം കുറേ കാലത്തേക്ക് നമുക്ക് കഴിക്കാനൊക്കെ ഉണ്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഷുഗറാണെന്ന് പറഞ്ഞാൽ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വറുത്തയിലൊക്കെ എന്താ ഷുഗർ എന്ന്, മധുരമുള്ള ഷുഗർ എന്ന്. നമ്മളെ പ്രഗ്നൻസിയിലുള്ള ഷുഗർ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ, അത് 2-3 മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ അമ്മയും അടുത്തമ്മയും കൂടെ വാഴയ്ക്ക് കരിയുന്നുണ്ട് ചിപ്സ് ഉണ്ടാക്കാൻ. വാഴയ്ക്ക് ചിപ്സ് മാത്രമല്ല, നമ്മൾ ഓണത്തിനൊക്കെ സദ്യേൻ്റെ സൈഡിൽ വെക്കുന്ന ശർക്കര വരട്ടി ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന ശർക്കര വരട്ടിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തുനിന്നൊന്നും
ഈ ശർക്കര വരട്ടി വാങ്ങാറില്ല, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാറ് കേട്ടോ. കണ്ണൻ ഇവിടെ കസേരയൊക്കെ മറച്ച് വെച്ചിട്ടും അതായത് നിലത്തിട്ടിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചക്ക വറുത്തത് ഫൈനൽ സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ ഇതായിപ്പോൾ ഇനി ഒരു ബക്കറ്റിലും കയറി ഇരുന്നിട്ടുണ്ട്. കണ്ണനുള്ളതുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ടെൻഷൻസൊക്കെ ഉണ്ടാവില്ല, എങ്ങനെയാവും എന്താവും എന്നുള്ളത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല, കാരണം എപ്പോഴും എൻ്റെ കൂടെ കണ്ണനുണ്ടാവും കേട്ടോ. രാവിലെ എണീറ്റ് വന്ന അത് മുതൽ അവൻ്റെ കൂടെ കളിക്കാൻ കൂടുമെന്ന് പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലൊക്കെ കണ്ണൻ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പം കണ്ണൻ നമ്മളൊരു ആശ്വാസമാണ് കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. പിന്നെ വീഡിയോസൊക്കെ കുറച്ച് ലാഗായിട്ടാണ് വരുന്നതെന്ന് എനിക്കറിയാം, വേറെ ഒന്നുകൊണ്ടല്ല. നമുക്ക് ഇങ്ങനെ ക്ഷീണവും കുഴക്കമൊന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ വരാം. അതുവരേക്കും ബൈ ബൈ.